ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും എണീക്കുന്നത് ഒരു നല്ല പോസിറ്റീവ് വൈബോടെ ആയിരിക്കും അല്ലേ. നല്ല പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം നന്നായിട്ട് പോകണം എന്നുള്ള ചിന്തയോടെ ആയിരിക്കുമല്ലോ എല്ലാവരും എണീക്കുന്നത്. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ നല്ല ആവേശവും നല്ല പോസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ആവേശത്തിൻ്റെ വിചാരിച്ചതാണ് ഇന്നത്തെ ദിവസം ഒന്ന് വ്ളോഗാക്കിയിട്ടെടുക്കാമെന്ന്. അപ്പോൾ രാവിലത്തെ ഓട്ടപ്പാച്ചിലും മക്കളെ റെഡിയാക്കലും നമ്മുടെ ബുക്സൊക്കെ റെഡിയാക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പഠിക്കുന്നത് ഇവിടെ തന്നെയുള്ള അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലാണ്. അപ്പോൾ അവരെ വണ്ടി വരുന്നത് ഏകദേശം ഒരു 9:30 ടൈമിലാവും. ഏറ്റവും അവസാനം വരുന്ന വണ്ടി അവരുടെതാണ്. അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട് ഒരുങ്ങാൻ. എന്നാലും ആ വണ്ടി വരുന്നവരെ നമുക്കൊരു തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലത്തെ ആ തിരക്കും കാര്യങ്ങളൊന്നും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വേറെ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് നോക്കാം. പിന്നെ അവർ പോയതിന് ശേഷം അവർ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. പിന്നെ വലിച്ചിട്ട കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടാവും. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബെഡ്ഷീറ്റൊക്കെ നമുക്കൊന്ന് പുതിർത്തി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും പുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും കൂടി നാസ്ത കഴിക്കാനിരിക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ അലക്കേണ്ട ഇതൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മെഷീനിലിട്ട് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നാസ്തക്ക് ദോശയും ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു. മോനെയും കൂട്ടിയിട്ട് ഉമ്മ അവനെ കുളിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അടിച്ചു വാരാനും തുടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് പരിപാടി. അപ്പോൾ നമ്മൾ മാത്രമല്ല കുട്ടികളായാലും ഓരോ ദിവസം ഓരോരോ മൂഡിലായിരിക്കും എണീക്കുന്നുണ്ടായാൽ. ചില ദിവസം നമ്മളടുത്ത് നീങ്ങാൻ വിടില്ല, ചില ദിവസം നമ്മൾ വേണ്ട ഉമ്മാമ്മ മതി അല്ലെങ്കിൽ ഉപ്പാപ്പ മതി എന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അവന് മോനെ ഉമ്മ വേണ്ട ഉമ്മാമ്മ മതി എന്നുള്ള ഒരു ഇൽത്തായിരുന്നു സ്റ്റാൻഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മാമ്മ എന്നെ ബ്രഷ് ചെയ്യിപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ കൂട്ടിയിട്ട് പോയി. പിന്നെ എൻ്റെ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഷോർട്സിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്സ് വീഡിയോ ആണെങ്കിലും എഡിറ്റിങ് ഭയങ്കര മടി പിടിച്ച ഒരു പണിയാണ് കേട്ടോ. ഒരു മടി പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടിയ മൂഡ് കൊണ്ട് അങ്ങോട്ട് ചെയ്ത് തീർക്കലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 1 മണിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മോനിക്ക് ഫുഡും കൊടുത്തു. ഞാൻ ചടപടാന്ന് പോയിട്ട് ഞാനൊരു കുളിക്കാനും പോയി, നിസ്കരിച്ചു. പിന്നെ ഫുഡും കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിയാകുമ്പോഴത്തേക്ക് ഓട്ടോ വന്നു. ഞാൻ ഫുഡ് കഴിക്കുന്നത്രേ. അപ്പോൾ എങ്ങനെയൊക്കെയോ എടുത്ത പ്ലേറ്റിലെടുത്ത് തീർത്തിട്ട് നമ്മൾ വിട്ടു. ഒരു 3 മണി സമയത്താണ് ഡോക്ടർ എത്തുക. അപ്പോൾ നമ്മൾ കണ്ണൂരേക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 2 മണിയാകുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഉപ്പയും പിന്നെ മോനാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ വലിയ ആവേശത്തിൽ വ്ളോഗിങ് തുടങ്ങിയതാണെങ്കിലും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പകുതി എന്താ പറയുക ഒരു എനർജിയും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു വ്ളോഗ് എടുക്കേണ്ട ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനും അതുപോലെ തന്നെ എന്തോ ഒരു സങ്കടം വന്നിട്ടുള്ളൊരു ദേഷ്യമില്ലേ, ആ ഒരു മൂഡിലിരുന്നിട്ടാണ് ഞാൻ ഉണ്ടായത്. നമ്മുടെ മൂഡ് സ്വിങ്സ് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാനറിയില്ല. എന്നാലും മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായത്. 3 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഒരു 2:50 ആകുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെത്തി പിന്നെ ഡോക്ടർ വരാനൊരു 3:30 ആയിട്ടുണ്ടായിരുന്നു. 3:30 അല്ല, ഒരു 3:20 ആകുമ്പോഴത്തേക്കും ഡോക്ടറും എത്തിയിട്ടുണ്ടായിരുന്നു റൗണ്ട്സൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 4 മണി. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്ഷീണം പിടിച്ചു. അവിടെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു മടുപ്പിക്കലും ബോറടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യമൊക്കെ കളക്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തിരിക്കുന്നു കേട്ടോ. വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഒന്ന് വെറുതെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു മക്കൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് ചായയുടെ കടിയോ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഓരോരുത്തർ ഓർഡർ വന്നു, നമുക്ക് വട വേണം, സമൂസ വേണം, പപ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് വരികയെന്ന് എവിടെയെങ്കിലും ഉണ്ടാവുമോ വാങ്ങിക്കാനുണ്ടാവുമോ എന്ന്.
നമ്മളൊന്നാമത് ടൗണിൽ കൂടി അല്ല വരുന്നത്. അപ്പോൾ ഷോർട്ടായിട്ട് വരുന്നതുകൊണ്ട് അധികം കടകളൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പം കിട്ടിയ കടയിൽ നിന്ന് കുറച്ച് വടയും അതുപോലെ തന്നെ സമൂസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഉമ്മ ഈ കിഴങ്ങൊക്കെ പൂങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് കടിയായിട്ട്. അപ്പം ഇത്രയും പുറത്തുനിന്നുള്ള കടി ഉണ്ടാകുമ്പോൾ നമ്മളെന്തായാലും പെട്ടെന്ന് കിഴങ്ങ് തിന്നുള്ളൂ. അപ്പോൾ ഞാൻ അതല്ല കഴിച്ചത്. ഞാൻ വട എടുത്ത് കഴിച്ചു, ചായയും കുടിച്ചു. ഭയങ്കരമായിട്ട് ക്ഷീണവും എന്തോ ഒരു തലവേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അധികം വ്ളോഗ് എടുക്കാൻ നിന്നില്ല. ഇതോടെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.